ഞാൻ ഏറ്റവും നിയമം അനുശാസിക്കുന്ന രീതിയിൽ മിതമായി 3 കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാം. ഈ പെൺകുട്ടിയുടെ ചാറ്റാണല്ലോ ഇപ്പോൾ പുറത്തു വന്നത്. ആ പെൺകുട്ടി അതിൽ രാഹുലിൻ്റെ പേര് സേവ് ചെയ്തിരിക്കുന്നത് രാഹുൽ ലവ് 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 എന്ന 3 സിമ്പൽ വെച്ചാണ്. രാഹുലിൻ്റെ കൂട്ടത്തിൽ 3 പ്രണയത്തിൻ്റെ ഹാർട്ട്, ചുമന്ന ഹാർട്ടിൻ്റെ സിമ്പൽ. എനിക്കറിയില്ല റേപ്പ് ചെയ്ത ഒരാളെയോ പീഡിപ്പിച്ച ഒരാളെയോ അങ്ങനെ ആരെങ്കിലും സേവ് ചെയ്യുമോ. 2, പീഡിപ്പിച്ച ആളുടെ കൂടെ ചേർന്ന് ഒരു ഫ്ലാറ്റ് മേടിക്കാൻ ഏതെങ്കിലും യുവതി തീരുമാനിക്കുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ അതിലും കൂടുതൽ കടുപ്പിച്ച് പറയുന്നില്ല. ഈ കാര്യം കേരളത്തിൽ പറയുന്ന ഏക വ്യക്തി ഞാനാണ്. അതുകൊണ്ട് എൻ്റെ ജാമ്യം ക്യാൻസൽ ചെയ്യാൻ പോലീസ് നാളെ കോടതി അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഗ്രൗണ്ടും കൂടെ പറഞ്ഞ് സീരിയൽ ഒഫൻഡറെ ഡിഫെൻഡ് ചെയ്യുന്ന എന്താ പറയണേ സൈബർ അബ്യൂസുകാരനാണ് രാഹുൽ ഈശ്വർ എന്ന് പറയും. അതുകൊണ്ട് ഞാൻ എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്ന് പറയാം. രാഹുൽ 3 ലവ് ആണ് നിങ്ങൾ കാണിച്ച ചാറ്റിലെ കാര്യം. 2, പീഡിപ്പിച്ച രാഹുലിനോടൊപ്പം ചേർന്ന് ഫ്ലാറ്റ് മേടിക്കാൻ ഒരു പെൺകുട്ടി തീരുമാനിക്കുന്നു. 24-ന്റെ അടക്കം ന്യൂസ് ഞാൻ നേരത്തെ കാണുകയുണ്ടായി. അതിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യ മീറ്റിങ്ങിൽ തന്നെ രാഹുൽ കടന്നു പിടിച്ച് റേപ്പ് ചെയ്തു തുടങ്ങിയ കാര്യങ്ങളാണ്. മുഖത്തിൽ തുപ്പിയ, ചവിട്ടിയ അല്ലെങ്കിൽ ഉപദ്രവിച്ച, റേപ്പ് ചെയ്ത ഒരു പയ്യന്റെ കൂടെ, ഒരു പുരുഷന്റെ കൂടെ ഒരു സ്ത്രീ ഫ്ലാറ്റ് മേടിക്കാൻ ആഗ്രഹിക്കുമോ? ഞാൻ ഈ പരാതിക്കാരുടെ പരാതിയിൽ പറഞ്ഞതായി പുറത്തു വരുന്ന വിവരങ്ങൾ കൂടി രാഹുൽ ഈശ്വർ ഒന്ന് പറയാം. താങ്കൾ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞോളൂ. അതായത് ഗർഭഛിദ്രത്തിന് കടുത്ത സമ്മർദ്ദമാണ് രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പിന്നീട് ഗർഭം അലസി. ഇക്കാര്യം പറയാൻ വിളിച്ചുവെങ്കിലും രാഹുൽ ബ്ലോക്ക് ചെയ്തു. ഇതാണ് യുവതി പറയുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത്, ഇനിയുള്ള ഭാഗം താങ്കൾ ശ്രദ്ധിക്കുമല്ലോ, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഒന്നും സംഭവിക്കാത്തതുപോലെ വീണ്ടും രാഹുൽ അടുപ്പത്തിന് ശ്രമിച്ചു. പാലക്കാട് ഫ്ളാറ്റ് വാങ്ങി തരണം എന്ന് യുവതിയോട് ആവശ്യപ്പെട്ടു. വിവാഹം കഴിച്ച് ഒരുമിച്ച് അവിടെ താമസിക്കാം എന്ന വാഗ്ദാനം നൽകി. ഫ്ളാറ്റ് വാങ്ങുന്നതിന് വേണ്ടി ഒരു നിർമ്മാണ കമ്പനിയെ സമീപിച്ചു, ഒരു ഗ്രൂപ്പിനെ സമീപിച്ചു. അത് നടന്നില്ല എന്ന് യുവതി തന്നെ പറയുന്നുണ്ട്. പിന്നീട് സാമ്പത്തികമായി ചൂഷണം ചെയ്തു. മറ്റ് 2 ലൈംഗിക പീഡന പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നപ്പോൾ ഭീഷണിപ്പെടുത്തി. അങ്ങനെ പിന്നെ അച്ഛനും അമ്മയും സഹോദരിയും ഒക്കെ ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നാണ്. അപ്പോൾ യുവതി നൽകിയിരിക്കുന്ന പരാതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഈ ചാറ്റുമായി ചേർന്ന് പോകുന്നതാണ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് തന്നെ അവരും പറഞ്ഞിട്ടുള്ളത്. അവർ നുണയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെയാണെങ്കിൽ. ചാറ്റുമായി ചേർന്ന് പോകുന്ന ഇങ്ങനെ ഒരു വ്യക്തിയെ രാഹുൽ ലവ് 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 എന്നിട്ടാണോ ഏതെങ്കിലും വ്യക്തി ചെയ്യുന്നത്? കുഴപ്പമില്ല, നമുക്കത് വ്യത്യസ്തവാദിക്കാം, കുഴപ്പമില്ല. പക്ഷേ ഇവിടെ നോക്കേണ്ട കാര്യം, രാഹുൽ ഒരു പെൺകുട്ടിയോട് ഇൻസെൻസിറ്റീവായി പെരുമാറി എന്ന് പറഞ്ഞാൽ ഞാൻ ശ്രീ ഗോപികൃഷ്ണനോട് 101% എഗ്രി ചെയ്യും. രാഹുൽ കുറെ കൂടെ ഇമോഷണലി അക്കോമഡേറ്റ് ചെയ്യണം, സെൻസിറ്റീവ് ആകണം, പെൺകുട്ടിയോട് റെസ്പെക്ട്ഫുൾ ആകണം എന്ന് പറഞ്ഞാൽ 101% ഞാൻ എഗ്രി ചെയ്യും. പക്ഷേ രാഹുൽ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിയമപരമായി അത് സ്റ്റാൻഡ് ചെയ്യുമോ എന്ന് എനിക്ക് സംശയമുണ്ട്.